എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സ്പോർട്സിലേക്ക് കയറി വരാനുള്ള മെയിൻ റീസൺ എൻ്റെ പേരൻസാണ്. എന്നെ അവർ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഇഷ്ടത്തിന് നന്നായിട്ട് ബാക്ക് ചെയ്ത കാരണം കൊണ്ടാണ് എനിക്ക് സ്പോർട്സിലേക്ക് നല്ല പാഷനായിരുന്നു. എനിക്ക് അതിലേക്ക് വരാനായിട്ടും ഞാൻ വളരെ ഫോക്കസ്ഡ് ആയിരുന്നു. അതിന് വേണ്ടി അത് തന്നെ ചെയ്യണം, അത് നേടണം എന്ന് പറഞ്ഞിട്ട് അതിന് വേണ്ടിയിട്ട് എൻ്റെ പേരൻസ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന് ഒരുപാട് സാഹചര്യങ്ങൾ ഇവർക്കുണ്ട്. ഇപ്പോൾ ഞാനൊക്കെ നേടിയൊരു പെർഫോമൻസ് ലെവൽ എടുക്കുകയാണെങ്കിൽ ഇന്ന് ഇത്രയൊന്നും ചെയ്താൽ പോരാ, ശരിക്കും ഇതിൽ ഏറെ ചെയ്യണം. കാരണം അവർക്ക് ഓരോരുത്തർക്കും ചെയ്യുന്നുണ്ട്. പക്ഷേ അത് ചെയ്യുന്നത് ഇപ്പം ഉദാഹരണമായിട്ട് ഞാൻ ചെയ്തത് എനിക്ക് ഇന്നത് കിട്ടണം അല്ലെങ്കിൽ ഇന്നത് ആവും എന്ന് വിചാരിച്ചിട്ടല്ല. ഞാനന്ന് ആ ഒരു ഏജിൽ എനിക്ക് രാജ്യത്തിന് വേണ്ടി ഒളിമ്പിക് മെഡൽ നേടണം അല്ലെങ്കിൽ മെഡൽ നേടണം എന്നുള്ള ആഗ്രഹത്തിൽ എനിക്കത് ഭയങ്കര ഒരു ഇതായിരുന്നു, ജയിക്കണം എന്നുള്ളത്. അങ്ങനെ ഞാൻ ഓടി. ബാക്കി എനിക്ക് കിട്ടിയ അവാർഡാണെങ്കിലും എല്ലാം എനിക്ക് അതിൻ്റെ ഭാഗമായിട്ട് വന്നു പെട്ടതാണ്, അല്ലാതെ ഞാൻ അതിന് വേണ്ടിയിട്ട് ഞാൻ പോയിട്ടില്ല. പക്ഷെ ഇന്നത്തെ പിന്നെ ന്യൂ ജനറേഷൻ്റെ അപ്രോച്ച് മുഴുവൻ എന്തോ എന്തിനു വേണ്ടി അവർ ചെയ്യുകയാണ്. ഇപ്പം ഒരു താഴെ എടുത്ത് നോക്കുവാണെങ്കിൽ അവർ ചെയ്യുന്നത് ജോബ് കിട്ടാൻ വേണ്ടിയിട്ട് സ്പോർട്സ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. കാരണം ജീവിത സാഹചര്യം കൊണ്ടായിരിക്കും, എനിക്ക് അറിഞ്ഞുകൂടാ, അവർക്ക് ജോലി കിട്ടാൻ വേണ്ടി വെറും ജോലിക്ക് വേണ്ടിയിട്ട്. കാരണം കുറേ എൻ്റെ അനുഭവങ്ങളാണ്. ഇപ്പം ഞാൻ എൻ്റെ സ്കൂളിൽ ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികളിൽ ജോലി ചെയ്ത പല കുട്ടികളും ജോലി കിട്ടിക്കഴിയുമ്പോൾ അവിടുന്ന് ലീവ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് സ്പോർട്സ് നിർത്തിയിട്ടുണ്ട്. ഞാൻ എത്രയോ എൻ്റെ ഒരു 5-8 വർഷം അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അവർക്ക് വേണ്ടി കോമൺവെൽത്ത് യൂത്തിൽ വരെ ഞാൻ മെഡൽ നേടിപ്പിച്ചിട്ടുണ്ട് അവരെ കൊണ്ട്. അപ്പോൾ ഒരു കാലത്ത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കിട്ടേണ്ട ഒരു സംഭവമാണ് ജോലി എന്നുള്ളത് കൊണ്ട് ഞാനും അതിനെ എൻകറേജ് ചെയ്തിട്ടുണ്ട് ജോലി കിട്ടാൻ. ജോലി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്പോർട്സ് നിർത്തുക എന്ന് പറയുന്നത് അത് ഒരു ശരിയായ അപ്രോച്ചല്ല. അപ്പോൾ അങ്ങനെ നോക്കുവാണെങ്കിൽ ഞാൻ അവരോട് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ എനിക്ക് ജോലിയായിരുന്നു ലക്ഷ്യമെങ്കിൽ ഞാൻ 1982 റെയിൽവേയിൽ ഞാൻ ഈ എൻക്വയറി കം റിസർവേഷൻ ക്ലർക്കായിട്ട് ജോലിക്ക് കയറിയിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ 18 വയസ്സുള്ളപ്പോൾ. അപ്പോൾ എനിക്കൊന്നും ആവാൻ പറ്റില്ലായിരുന്നു. എൻ്റെ ജോലി എനിക്ക് ലക്ഷ്യമെങ്കിൽ എനിക്കൊന്നും ആവാൻ പറ്റില്ലായിരുന്നു. ഞാൻ വല്ല റെയിൽവേ റിസർവേഷൻ സൂപ്പർവൈസറുമായിട്ട് റിട്ടയർ ചെയ്യുമായിരുന്നു. പക്ഷേ എൻ്റെ ലക്ഷ്യം വേറെ ആയതുകൊണ്ടാണല്ലോ എനിക്ക് ഇത്ര എക്സൽ ചെയ്യാൻ പറ്റി. ഏതോ ലെവല് വിട്ടുപോയില്ലേ. ഇപ്പം ഞാൻ MP ആണെങ്കിലും ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡൻ്റ് ആയെങ്കിലും അതൊക്കെ സ്പോർട്സ് തന്നെയാണ്, വേറെ ഒന്നുമല്ല. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു ഡിഫറൻസ് പിള്ളേർ കാണാനുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ജോലിക്ക് വേണ്ടി അവർക്ക് ചെറിയ ചെറിയ ലക്ഷ്യങ്ങളാണ്. ഒന്ന് ജോലിക്ക് വേണ്ടി, അല്ലെങ്കിൽ കുറേ അവാർഡുകൾ പൈസകളൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടി സ്പോർട്സ് ചെയ്യുമ്പോൾ അതിനൊരു ഒരു ഒരു ലിമിറ്റേഷൻ ഉണ്ടാവും. നമ്മൾ ഫുൾ ഫോക്കസ്ഡ് ആയിരിക്കണം. ഇപ്പോൾ നമ്മൾ ഒളിമ്പിക്സ് മെഡൽ അല്ലെങ്കിൽ എന്നെ പോലെ 4-5 മെഡൽ, സ്വർണ്ണ മെഡലുകൾ ഏഷ്യൻ ഗെയിംസിലൊക്കെ നേടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതത്ര എളുപ്പമൊന്നുമല്ല. പെർഫോമൻസ് ലെവലൊക്കെ എത്രയോ ഇപ്പോൾ അന്ന് വെറുതെയെങ്കിലും വാചടിക്കുന്ന ആൾക്ക് പറയുക അത് അന്നത്തെ പെർഫോമൻസ് അല്ല ഇന്ന്. എന്തുകൊണ്ടാണ് റെക്കോർഡ് നിൽക്കുന്നത്? 55.4 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ അന്ന് ഓടിയ റെക്കോർഡാണ് ഇന്നും കിടക്കുന്നത്. ഇന്നും 51 സെക്കൻഡിൽ ഓടുവാണെങ്കിൽ ഏഷ്യൻ ഗെയിംസിൽ സ്വർണ്ണമാണ്. പിന്നെ നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ പുറത്ത് പോയിട്ടാണ് പെർഫോമൻസ് ചെയ്തിരുന്നത്. ഇന്നത്തെ പിള്ളേരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും പെർഫോമൻസ് ഇവിടെ വന്നിട്ട് ഇവിടെ ഭയങ്കര ഓടിക്കഴിഞ്ഞിട്ട് പുറത്ത് പോകുമ്പോൾ അതിന് അടുത്ത് പോലും എത്തുന്നില്ല എന്നുള്ള വേറൊരു ഇത്. അപ്പോൾ എന്താ വെച്ചാൽ അവർ കുറച്ചും കൂടെ ഈ സാഹചര്യങ്ങളുണ്ട്, അവസരങ്ങളുണ്ട്, സൗകര്യങ്ങൾ ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഡിപ്പാർട്ട്മെൻറ്റ്സ് ജോലി കൊടുക്കുന്നുണ്ട്, ഡിപ്പാർട്ട്മെൻറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഒരുപാട് സ്പോൺസർമാരുണ്ട്. അതൊന്നിനു വേണ്ടി ഇവർ ചെയ്യണ്ട. ഇവർ ഫുൾ ഫോക്കസ് സ്പോർട്സിന് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്തിട്ട് അവർ പെർഫോമൻസിന് വേണ്ടിയിട്ട് അവർ വർക്ക് ചെയ്യുമ്പോൾ അവരെ പിന്നാലെ ഒക്കെ ഉണ്ടാവും എന്നുള്ളതാണ് ഒരു പ്രത്യേകത. അങ്ങനെ ചിന്തയോടുകൂടി അവർ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഇനി ഇതിലേറെ പെർഫോമൻസ് അവർക്ക് നേടാൻ പറ്റും.